തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മുൻപന്തിയിലെത്തിക്കുന്ന കർത്താവ്. പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായം 16-ാം തിരുലിഖിതം. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാ പെറുക്കുന്നവനെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി ഞാൻ. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. പ്രൈസ് ദ ലോർഡ്. മുൻപന്തിയിലെത്തിക്കുന്ന കർത്താവ്. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോരുത്തരുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കും. പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കണം. ഈ നിമിഷങ്ങളിൽ ഏതാനും വ്യക്തിയുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞങ്ങൾ ഫാദറിൻ്റെ TV-യിലെ പ്രോഗ്രാം കാണാറുണ്ട്. എൻ്റെ 3 വയസ്സുള്ള മകൾ പ്രിയ നേഴ്സറിയിൽ പഠിക്കുന്നു. ആദ്യത്തെ 2 മാസം കുഴപ്പമൊന്നുമില്ലാതെ ക്ലാസ്സിൽ പോയിരുന്നു. ക്ലാസ്സിലുള്ള ഒരു കുട്ടി മോളെ ഉപദ്രവിക്കുന്നത് കാരണം സ്കൂളിൽ പോകാൻ മടിയായി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭയങ്കര ഛർദി. അങ്ങനെ സ്കൂളിൽ പോകാതെയായി. ഫാദറിൻ്റെ പ്രാർത്ഥന, TV-യിലുള്ള പ്രാർത്ഥന ദിവസവും ഞങ്ങൾ കുട്ടിയോടൊപ്പം കാണും. മാറ്റി തരണേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. മോളുടെ ഛർദി യേശുവിൻ്റെ ശക്തിയാൽ മാറിപ്പോയി. ഇപ്പോൾ കുഴപ്പമില്ലാതെ കുട്ടി സ്കൂളിലേക്ക് പോകുന്നു. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ ഒരു കുടുംബത്തിലൊരു കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തവണ്ണം രാവിലെ ഛർദിയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും. അവർ ടെലിവിഷനിലൂടെ സജീവൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് കുട്ടിയെയും കൂടെ കൂട്ടി അറ്റൻഡ് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ കുട്ടിയുടെ മേലുണ്ടായിരുന്ന വിപരീത ശക്തികൾ ഒഴിഞ്ഞുപോയി. അത്ഭുത സൗഖ്യം ആ കുട്ടിക്ക് കർത്താവ് നൽകി. പ്രൈസ് ദ ലോർഡ്. ഈ പ്രോഗ്രാം നടക്കുമ്പോൾ നിങ്ങൾ ആരെയെല്ലാം കൂട്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നോ അവരെല്ലാം ഇപ്പോൾ വിളിച്ച് നിങ്ങളുടെ കൂടെ ഇരുത്തി ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി മക്കളെ നിങ്ങൾ പ്രത്യേകം ഇപ്പോൾ ശ്രദ്ധിക്കണം. രോഗികളുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് TV-യുടെ മുമ്പിൽ ഇരുത്തുക. പലതരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുള്ള വ്യക്തികളോ മക്കളോ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് മുമ്പിൽ ഇരുത്തുക. ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ വൻ ശക്തി വ്യാപരിക്കും. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം. ചാലക്കുടിയിൽ നിന്ന് ജെന്നി സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് ജെന്നി, എൻ്റെ സ്ഥലം ചാലക്കുടി. എൻ്റെ പ്രശ്നം രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്ന സ്വഭാവം, എഴുന്നേൽക്കാനുള്ള വലിയ പ്രയാസം. ഈ പ്രശ്നം നിമിത്തം ഞാൻ ഒത്തിരി കാലമായി വിഷമിക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് TV-യിലുള്ള ആത്മീയ പ്രോഗ്രാം കണ്ടത്. അങ്ങനെ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ സംപ്രേഷണം ചെയ്യുന്ന ആത്മീയ പ്രോഗ്രാമിനോട് ചേർന്നിരുന്ന് TV ശുശ്രൂഷയുടെ സമയത്ത് പ്രാർത്ഥിക്കും. ഞാനും എൻ്റെ കുടുംബവും എല്ലാ ഞായറാഴ്ചയും അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്ന കുടുംബമാണ്. വലിയൊരു വിടുതലിൻ്റെ അനുഭവം അച്ഛൻ്റെ ശുശ്രൂഷയുടെ സമയത്ത്, പ്രത്യേകിച്ച് ഈ നവംബർ മാസത്തെ 2 ആഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം അടുപ്പിച്ച് കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. മരുന്നുകൾ ധാരാളം കഴിച്ചിരുന്ന എനിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ പ്രോഗ്രാം 2 ആഴ്ച അടുപ്പിച്ച് കണ്ടപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ മാറി. ഇന്ന് പൂർണ്ണമായും മരുന്ന് നിർത്തി, ട്രീറ്റ്മെൻറ്റ് നിർത്തി. എൻ്റെ രോഗം എൻ്റെ ശരീരത്തെ വിട്ടുപോയി. അത്ഭുത വിടുതൽ ഞാനിന്ന് അനുഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടും തുടർച്ചയായി മെഡിസിൻ കഴിച്ചിട്ടും വ്യത്യാസമൊന്നും ഇല്ലാതെ ഈ സഹോദരി വിഷമിച്ചിരിക്കുമ്പോൾ ടെലിവിഷനിലൂടെ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ സംപ്രേഷണം ചെയ്യുന്ന വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് 2 ആഴ്ച അടുപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ശരീരത്തിലേക്ക് വലിയൊരു വിടുതലിൻ്റെ ശക്തി പ്രവഹിക്കുന്നത് ആ വ്യക്തിക്ക് അനുഭവപ്പെട്ടു. അന്ന് തൊട്ട് രാത്രിക്ക് അറിയാതെ മൂത്രം പോകുന്ന ആ സ്വഭാവം പൂർണ്ണമായും വിട്ടുമാറിപ്പോയി. പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ. ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന വൻ കാര്യങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അത്
സഗിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അഡ്രസ്സിൽ നിങ്ങൾ എഴുതി സാക്ഷ്യപ്പെടുത്തണമെന്ന് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുക. ഒരു നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ഈ രോഗം സുഖപ്പെട്ടാൽ, എൻ്റെ ഈ പ്രശ്നം മാറിയാൽ, എൻ്റെ യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഞാനിത് എഴുതി സാക്ഷ്യപ്പെടുത്തും എന്ന് നേർന്ന് ഈ പ്രാർത്ഥനകൾ പങ്കുചേരുക. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. എല്ലാവരും കണ്ണടച്ച് 2 കരങ്ങൾ അല്പം ഉയർത്തി ഇപ്പോൾ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മകനെ, മകളെ, ലോകമെമ്പാടും ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 10,000ങ്ങളോട് ചേർന്ന് നീയും പ്രാർത്ഥിക്കുക. നിന്റെ രോഗത്തിലേക്ക്, പ്രയാസത്തിലേക്ക്, ദുഃഖത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, രോഗികളുടെ മേൽ അങ്ങയുടെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. എൻ്റെ ഈ പ്രശ്നത്തിന് ഇനി ഒരു പരിഹാരമില്ല, ഞാൻ നശിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിരാശയുടെ ബന്ധനത്തിൽ കിടക്കുന്ന മക്കളുടെ മേൽ ഇപ്പോൾ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ട് ഇനി എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന ദുഃഖത്തോടെ ഏകാന്തത്തിൽ കഴിയുന്ന മക്കളുടെ മേൽ യേശുവേ, യേശുവേ, അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. ഓ കർത്താവേ, ഇനി ഇതെങ്ങനെ മാറും, ഇതെങ്ങനെ മുമ്പോട്ട് പോകും, ഇതെങ്ങനെ കൊണ്ടുപോകും? ഇങ്ങനെ പ്രയാസപ്പെട്ട് ഭാരത്തോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും അങ്ങയുടെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായം 16-ാം തിരുലിഖിതം. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപ്പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായിപ്പോയി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവപൈതലേ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഉന്നത അവസ്ഥ ആ വ്യക്തിയുടെ നോട്ടവാശിയോ, ആ വ്യക്തിയുടെ ശക്തിയോ, ആ വ്യക്തിയുടെ ബുദ്ധിശക്തിയോ, ആ വ്യക്തിയുടെ പ്രാവീണ്യമോ കഴിവോ ആണ് നിശ്ചയിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു വശാകരുത്. ഒരു ദൈവ പൈതലിൻ്റെ ഉയർച്ചയുടെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ വ്യക്തിയിൽ കുടികൊള്ളുന്ന ദൈവാനുഗ്രഹം. കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപന്തിയിലെത്തിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിനെ മുൻനിരയിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹത്തിൻ്റെ മേൽ കുടികൊള്ളുന്ന ദൈവാനുഗ്രഹം എത്രേ. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ മേൽ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ അംഗീകാരം എത്രേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രധാനപ്പെട്ട ഒരു സംഭവം സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു ഇടപെടൽ സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങളിൽ ജെസയുടെ കുടുംബത്തിൽ നടക്കുന്നത് നമുക്ക് കാണാം. പ്രവാചകനായ സാമുവേൽ ജെസയുടെ കുടുംബത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ദൈവത്തിൻ്റെ പൈതലിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണ് ജെസയുടെ ഭവനത്തിലേക്ക് സാമുവേൽ അയക്കപ്പെട്ടിരിക്കുന്നത്. ഈ കാര്യം ജെസയോട് സാമുവേൽ പറഞ്ഞു. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ ദാസനെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണ് ജെസയുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന് സാമുവേൽ ജെസയെ അറിയിച്ചു. അപ്പോൾ ജെസെ തൻ്റെ മക്കളെ ഓരോരുത്തരെ സാമുവേൽ പ്രവാചകന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ആദ്യം എലിയാബിനെ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 16-ാം അധ്യായം 6-ാം വാക്യം. അവൻ വന്നപ്പോൾ സാമുവേൽ എലിയാബിനെ ശ്രദ്ധിച്ചു. കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നിപ്പോയി. അത്രയും സ്വീകാര്യനായ മിടുമിടുക്കനായ ഒരു വ്യക്തി, നല്ല ആകാരവടിവ്, നല്ല ഫിഗർ, നല്ല പേഴ്സണാലിറ്റി, നല്ല തെളിഞ്ഞ ഇടപെടൽ, നല്ല സ്വഭാവം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാമുവേൽ പ്രവാചകന് തോന്നിപ്പോയി ഇദ്ദേഹം ആയിരിക്കും കർത്താവിൻ്റെ അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവാചകന് പോലും സ്വീകാര്യനായ അത്രയും മിടുക്കനായ ഒരു വ്യക്തിയായിരുന്നു ഏലിയാബ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് ഏലിയാബിനെ കുറിച്ച് പറയുന്നത് തുടർന്നുള്ള വചനത്തിലുണ്ട്. എന്നാൽ കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, അവൻ്റെ ആകാര വടിവോ ഉയരമോ നോക്കണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ ഒന്ന് ചിന്തിക്കണം. ഇന്ന് ഒരുപക്ഷെ നീ ഏലിയാബിനെ പോലെ മനുഷ്യരുടെ മുമ്പിൽ വളരെ സ്വീകാര്യനായ ഒരു വ്യക്തിയായിരിക്കാം. ഒരു വലിയ പൊസിഷൻ അലങ്കരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരിക്കാം നീ ഇന്ന് ജീവിക്കുന്നത്. നീ ഇന്ന് എല്ലാവരുടെയും കയ്യടി ഏറ്റുവാങ്ങുന്ന നല്ലൊരു നേതാവായിരിക്കാം, നല്ലൊരു MLA-യോ MP-യോ ആയിരിക്കാം, നിന്റെ ദേശത്തേക്ക് വെച്ച് തലയെടുപ്പുള്ള നല്ലൊരു നേതാവോ നല്ലൊരു ഉദ്യോഗസ്ഥനോ ആയിരിക്കാം. ഒരുപക്ഷെ നാഷണലോ ഇന്റർനാഷണലോ ആയ അവാർഡുകൾ നേടിയ, നിന്റെ സേവനത്തിന് അവാർഡ് നേടിയ, മെഡൽ നേടിയ ഒരു വ്യക്തിയായിരിക്കാം നീ. എന്നാൽ നിന്റെ ഹൃദയത്തെ കർത്താവ് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് നീ ശ്രദ്ധിക്കണം.
ലോകം നിന്റെ മേൽ അംഗീകാരം വെച്ചിരിക്കുന്നു, എന്നാൽ കർത്താവ് നിന്റെ മേൽ അംഗീകാരം വെച്ചിരിക്കുന്നുവോ? അംഗീകാരം വെച്ചിരിക്കുന്നുവോ? എലിയാബിനെ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, അവനെ ഞാൻ അംഗീകരിച്ചിട്ടില്ല, അവനെ ഞാൻ അംഗീകരിച്ചിട്ടില്ല. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവ് ആകട്ടെ ഹൃദയഭാവത്തിലും. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവ് ആകട്ടെ അവന്റെ ഹൃദയഭാവത്തെ കർത്താവ് അംഗീകരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവനെ ഞാൻ തിരസ്കരിച്ചതത്രേ. കാര്യം ഭൗതികമായി അവന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആന്തരികമായി അവൻ വലിയൊരു ദുരന്തത്തിൽ, വലിയൊരു തകർച്ചയിൽ ഇരിക്കുന്നു. കാരണം കർത്താവ് തിരസ്കരിച്ച ജീവിതമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, പ്രിയ പൈതലേ, പ്രിയ മോനെ, മോളെ, ഒരുപക്ഷെ നിന്റെ സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയായിരിക്കാം നീ. എന്നാൽ നിന്റെ ഹൃദയഭാവം എന്താ? നീ അഹങ്കാരത്തിന്റെ പിടിയിലാണോ? നീ നെകളത്തിന്റെ വ്യക്തിയാണോ? നീ മറ്റുള്ളവരെ ചവിട്ടി മതിക്കുന്ന സ്വഭാവക്കാരനാണോ? നീ വായെടുത്താൽ പ്രായവ്യത്യാസം നോക്കാതെ നീ ആരോടും കയർക്കുന്ന സ്വഭാവക്കാരനാണോ? നീ പ്രാർത്ഥനയിൽ പിന്നോക്കം ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ? നീ ദേവാലയ കർമ്മങ്ങളോട് വിട പറഞ്ഞൊരു വ്യക്തിയാണോ? നീ സഭയെയും സഭയിലെ ശുശ്രൂഷകരെയും നിന്ദിക്കുന്ന ഒരു വ്യക്തിയാണോ? നിന്റെ ഹൃദയത്തെ കർത്താവ് അംഗീകരിച്ചിട്ടുണ്ടോ മകനെ? നിന്റെ ഹൃദയ കർത്താവ് അംഗീകരിച്ചിട്ടുണ്ടോ മകളെ? നിന്റെ ഹൃദയത്തെ കർത്താവ് തിരസ്കരിച്ചതാണോ? കർത്താവ് ഹൃദയത്തെ തിരസ്കരിച്ചാലും ബാഹ്യമായി ഒരുപക്ഷെ ചിലപ്പോൾ ചില അംഗീകാരങ്ങളൊക്കെ ലഭിച്ചേക്കാം. പ്രൈസ് ദി ലോർഡ്. ഏലിയാബ് ബാഹ്യമായി ഒരു കുറവില്ലാത്ത വ്യക്തിയായിരുന്നു, എന്നാൽ കർത്താവ് ആകട്ടെ അവനെ തിരസ്കരിച്ചത് എത്രേ എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിന്റെ ഉയർച്ച, അല്ലെങ്കിൽ ദൈവ പൈതലിന്റെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ദൈവ പൈതലിന്റെ ഹൃദയഭാവം. ഒരുപക്ഷെ പെരുമാറ്റം നല്ല പെരുമാറ്റമായിരിക്കാം, ഒരുപക്ഷെ സ്വഭാവം നല്ല സ്വഭാവമായിരിക്കാം, നല്ല ഫിഗർ ആയിരിക്കാം, എല്ലാവർക്കും സ്വീകാര്യനായ വ്യക്തിയായിരിക്കാം, എല്ലാവരുടെ കയ്യടി വാങ്ങുന്ന വ്യക്തിയായിരിക്കാം, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുവൻ കഴിവുള്ള വ്യക്തിയായിരിക്കാം. ഇതൊന്നും അല്ല ദൈവത്തിന്റെ അംഗീകാരത്തിന്റെ മാനദണ്ഡം. നിന്റെ ഹൃദയഭാവം, നിന്റെ ഹൃദയഭാവം, നിന്റെ ഹൃദയഭാവം അതെവിടെയാ? അതെങ്ങനെയാ? അത് നീ ശ്രദ്ധിക്കുന്നുണ്ടോ? അത് നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ പെരുവെള്ളത്തിന്റെ മുകളിൽ ഒഴുകി പോകുന്ന ഒതളങ്ങിയ പോലെയാണോ നിന്റെ ജീവിതത്തിന്റെ ഗതി? പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാം, അങ്ങനെ ഓരോ മക്കളെ ജെസ്സെ സാമുവേലിന് മുമ്പിലേക്ക് കൊണ്ടുവന്നു. അവരെല്ലാം മിടുക്കന്മാര്. രോഗികളോ ദുശാട്ടിക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള തകർച്ചയുള്ളവരോ ഒന്നും ആയിരുന്നില്ല. അവരെല്ലാം മിടുക്കന്മാർ. എന്നാൽ കർത്താവ് അവരെല്ലാം തിരസ്കരിച്ചതത്രേ. അവസാനം ജെസ്സെ ദാവീദിനെ കൊണ്ടുവന്നു. വീട്ടിലെ ആടുകളെ നോക്കുന്നവൻ, കൂട്ടത്തിൽ സഹോദരന്മാരുടെ കൂട്ടത്തിൽ അപ്പോൾ ഇല്ലാതിരുന്നവൻ. അപ്പോൾ ആ വീട്ടിൽ ഒരു പക്ഷേ വലിയ സ്ഥാനമൊന്നും കൽപ്പിക്കാതിരുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം ദാവീദ്. സാമുവേലിന്റെ നിർദ്ദേശപ്രകാരം ജെസ്സെ ദാവീദിനെ കൊണ്ടുവന്നു. ദാവീദിനെ കണ്ട മാത്രയിൽ ദൈവത്തിന്റെ അംഗീകാരം അവന്റെ മേൽ ഉള്ളതായി ദൈവത്തിന്റെ ദാസനായ സാമുവേലിന് വെളിപ്പെട്ടു. സാമുവേൽ ഉടനെ തന്നെ ദാവീദിനെ അഭിഷേകം ചെയ്തു. അവന്റെ പെരുമാറ്റമോ അല്ലെങ്കിൽ അവന്റെ സ്വഭാവമോ അവന്റെ സംസാരമോ ഒന്നുമല്ല ദാവീദിനെ കുറിച്ച് സാമുവേൽ ശ്രദ്ധിച്ചത്. അവന്റെ ഹൃദയത്തെ കർത്താവ് അംഗീകരിച്ചതാണോ എന്നത്രേ സാമുവേൽ സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ദാവീദിന്റെ ഹൃദയത്തെ കർത്താവ് അംഗീകരിച്ചിരിക്കുന്നു. ഇവന്റെ മേലാണ് കർത്താവിന്റെ അംഗീകാരം, ഇവന്റെ മേലാണ് കർത്താവിന്റെ പ്രീതി. എന്തുകൊണ്ടാണ് ദാവീദിന്റെ മേൽ കർത്താവിന്റെ അംഗീകാരവും പ്രീതി ഉണ്ടായത്? അവന്റെ ഹൃദയം അത്രമേൽ കർത്താവ് ആനന്ദം കൊള്ളുന്ന ഒരു ഹൃദയമായിരുന്നു. അവന്റെ ഹൃദയത്തിന്റെ ഭാവങ്ങളാണ് കർത്താവിന് ഇഷ്ടപ്പെട്ടത്. അവന്റെ നിഷ്കളങ്കത, അവന്റെ എളിമ, അവന്റെ തുറവി, അവന്റെ പ്രാർത്ഥന. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ ദാവീദിനെ കുറിച്ച് ഒരു വചനം രേഖപ്പെടുന്ന ഇങ്ങനെയാണ്: തൻ്റെ എല്ലാ പ്രവർത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നതിൽ ആവേശമുള്ള ദൈവ പൈതൽ, ദൈവത്തിന്റെ നന്മ കണ്ട് സന്തോഷിക്കുന്ന ഹൃദയം, ദൈവത്തിന്റെ മഹത്വം കണ്ട് ആനന്ദിക്കുന്ന ഹൃദയം. ദാവീദിന്റെ ഹൃദയഭാവം കർത്താവിന് ഇഷ്ടപ്പെട്ടു. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്: അവൻ പൂർണ്ണ ഹൃദയത്തോടെ സ്രഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായം 8-ാം വാക്യം. അവൻ പൂർണ്ണ ഹൃദയത്തോടെ സ്രഷ്ടാവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം, അത് കർത്താവിന് പ്രിയങ്കരമത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദിന്റെ ഹൃദയത്തിൽ ദൈവം ആനന്ദം കൊണ്ടിരുന്നൊരു ഹൃദയമായിരുന്നു. കാരണം ദാവീദ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ചിരുന്ന ഒരു ദൈവ പൈതലത്രേ. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ട് ദാവീദിന്റെ മേൽ കർത്താവിന്റെ അംഗീകാര മുദ്രയുണ്ടായിരുന്നു. കർത്താവ് ദാവീദിനെ പിൻനിരയിൽ നിന്ന് മുൻനിരയിലേക്ക് ഉയർത്തി അവന് കർത്താവ് ശക്തിയും വീര്യവും പൗരുഷവും പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായം 5-ാം വാക്യം, അവൻ അത്യുന്നതനോട് അപേക്ഷിച്ചു, അപ്പോൾ തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവൻ്റെ വലതുകരം ശക്തമാക്കി. പ്രഭാഷകൻ 47:5 എന്ന് പറഞ്ഞ ദാവീദിന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള സമയത്തെല്ലാം സ്വർഗത്തിന്റെ ശക്തി ദാവീദിന് കൊടുത്ത് ദാവീദിനെ ഒന്നാം നിരയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ മറ്റൊരു രംഗം കാണാം. സാമുവേലിനെ കർത്താവ് കിഷിന്റെ കുടുംബത്തിലേക്ക് അയക്കുന്നുണ്ട്. അവിടെ സാവൂളിനെ കർത്താവ് അഭിഷേകം ചെയ്യുന്നു. കിഷിന്റെ കുടുംബത്തിലുള്ള സാവൂൾ ആ കുടുംബത്തിലെ ഏറ്റവും നിസ്സാരനായ ഒരു വ്യക്തിയായിരുന്നു. പിൻനിരയിൽ നിന്നായിരുന്ന കിഷിനെ കർത്താവ് തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ഉയർത്തി അവനെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു. ഗിദെയോൻ ഒരു പിൻനിരക്കാരനായിരുന്നു. പിൻനിരക്കാരനായ ഗിദെയോനെ കർത്താവ് അംഗീകരിച്ച് കൈപിടിച്ച് തന്റെ ശക്തി പകർന്നു കൊടുത്ത് അവനെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു. പൂർവ്വപിതാവായ യാക്കോബിന്റെ ഒരു ഇളയ സന്തതി ഉണ്ടായിരുന്നു, ജോസഫ്. പിൻനിരക്കാരനായിരുന്നു. പിൻനിരക്കാരനായ ജോസഫിനെ ദൈവം അനുഗ്രഹിച്ച് തന്റെ അഭിഷേകം അവന്റെ മേൽ പകർന്നു കൊടുത്ത് പിൻനിരക്കാരനായ ജോസഫിനെ ദൈവം മുൻനിരയിലേക്ക് കൊണ്ടുവന്നു. ജോഷുവ ജനത്തിന്റെ സന്നിധിയിൽ, ജനത്തിന്റെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ അത്ര പ്രബലനായിരുന്നിരിക്കില്ല. എന്നാൽ ദൈവം ജോഷുവയുടെ ഹൃദയത്തിൽ ആനന്ദം കൊണ്ടിരുന്നതിനാൽ ജോഷുവയോടുകൂടെ ദൈവം തൻ്റെ ശക്തിയെ നിരന്തരം നൽകി. ദൈവം ജോഷുവയെ ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തി നിർത്തി. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 46-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങൾ, ജോഷുവ യുദ്ധത്തിന് പോയപ്പോൾ ദൈവം ജോഷുവയുടെ നിലവിളി കേട്ട്, പ്രാർത്ഥന കേട്ട് സ്വർഗത്തിൽ നിന്ന് പിൻബലം അയച്ചു കൊടുത്തു. ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് അവൻ ഉത്തരമരുളി. ബഹ്റോൻ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണ്ണമായി പിഞ്ചെന്നു. ഇതാണ് ജോഷുവയെ ദൈവത്തിന് മുമ്പിൽ സ്വീകാരനാക്കിയത്. ശക്തനായവനെ അവൻ പൂർണ്ണമായി പിഞ്ചെന്ന്. ദാവീദിനെ സ്വീകാരനാക്കിയത് പരിപൂർണ ഹൃദയത്തോടെ സ്രഷ്ടാവിനെ അവൻ സ്നേഹിച്ച്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോഷുവ ജനത്തിന് മുമ്പിൽ 1-ാം നിരയിലേക്ക് കയറി വന്ന്, ദാവീദ് 1-ാം നിരയിലേക്ക് കയറി വന്ന്, ഗിദെയോൻ 1-ാം നിരയിലേക്ക് കയറി വന്ന്, സാവൂൾ 1-ാം നിരയിലേക്ക് ഉയർത്തപ്പെട്ടു. ഇതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി എത്രയും. കാരണം ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ അനുഗ്രഹം ഇവരുടെ മേൽ വന്നു. ദൈവത്തിന്റെ അനുഗ്രഹം ഇവരെ മുൻപന്തിയിൽ എത്തിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നീ ഒരു പിന്തുണക്കാരനായിരിക്കാം. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷം ആയിരിക്കാം. കൊച്ചു ത്രേസ്യ പിന്തുണക്കാരിയായിരുന്നു. എന്നാൽ കൊച്ചു ത്രേസ്യയുടെ ഹൃദയം കർത്താവിൽ ആനന്ദിച്ചതിനാൽ കർത്താവ് കൊച്ചു ത്രേസ്യയെ 1-ാം നിരയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മകനെ, മകളെ, നിന്റെ പ്രാർത്ഥനയോർത്ത്, നിന്റെ ആത്മീയ വഴികളെ ഓർത്ത് മറ്റുള്ളവരാൽ നീ പുച്ഛിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലാണോ? നീ ദുർബലപ്പെടരുത്. നിന്റെ വിശുദ്ധി ഓർത്ത് നീ ഇന്ന് വേദനിക്കുന്നുണ്ടോ? നീ ദുർബലപ്പെടരുത്. നിന്റെ വിശുദ്ധി ഈ ലോകത്തിലേക്ക് വെച്ച് അനർഹമായൊരു സമ്പത്താണ്. പ്രാർത്ഥനാ ജീവിതം അനർഹമായൊരു സമ്പത്താണ്. ദൈവ വഴിയുള്ള മാർഗം, ദൈവ വഴിയുള്ള ജീവിതം അനർഹമായൊരു സമ്പത്താണ്. മകനെ, മകളെ, നീ ശക്തയായിരിക്കുക, നീ ബലപ്പെട്ടിരിക്കുക. ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വീണ്ടും വീണ്ടും കത്തി ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുമ്പോൾ ഓരോ മകനെയും ഓരോ മകളെയും ആത്മീയതയിലേക്ക് തട്ടി ഉണർത്തണമേ, ആത്മീയതയിലേക്ക് തട്ടി ഉണർത്തണമേ. കർത്താവേ, അങ്ങയെ ഹൃദയം കൊണ്ട് പൂർണ്ണമായി സ്നേഹിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഹൃദയത്തെ ഒരുക്കി വെക്കാൻ ഓരോ മകനെയും ഓരോ മകളെയും തൊട്ട് അഭിഷേകം ചെയ്ത് ആവേശം കൊണ്ട് ഉണർത്തണമേ. കർത്താവേ, ദൈവമാർഗത്തിലേക്ക് എനിക്ക് തിരിയണം, എനിക്ക് വിശുദ്ധ വഴിയിലേക്ക് മാറണം, എൻ്റെ കർത്താവിന് സ്വീകാര്യനായ ഒരു ജീവിതമാക്കി എൻ്റെ ജീവിതത്തെ മാറ്റണം. ഈ ആവേശം കൊണ്ട് ഓരോരുത്തരെയും അഭിഷേകം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാഥ. സകല അനുഗ്രഹങ്ങളും തൻ്റെ മക്കൾക്ക് നൽകി തൻ്റെ മക്കളെ ഉയർത്തുന്ന ദൈവം, മുൻപന്തിയിലെത്തിക്കുന്ന കർത്താവ് ഇതാ ഈ അൾത്താരയിൽ, ഇതാ നമ്മുടെ മധ്യേ. മകനെ, മകളെ, നീ ഇരിക്കുന്ന സ്ഥലം എവിടെയാണോ
അവിടെ ഇരുന്ന് ഈ നിമിഷം യേശു കർത്താവിനെ വിളിക്കുക. ഈ സമയത്ത് സൗഖ്യം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്ന ഓരോ മകനെയും മകളെയും ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് ആ മകൻ്റെ മേൽ ആ മകളുടെ മേൽ കൈകൾ വെച്ച്, രോഗികളുടെ മേൽ കൈകൾ വെച്ച് മകനെ മകളെ നീ യേശുവിനെ വിളിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുതമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ തകർച്ചകളിൽ നിന്ന് വിടുതലുണ്ട്. ഇപ്പോൾ ഉന്നത ശക്തി ഭവനങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് വ്യാപരിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി സർവശക്തിയോടും കൂടെ വിശ്വാസത്തോടെ മകനെ ഉറക്കെ യേശുവിനെ വിളിക്കുക, മകളെ ഉറക്കെ യേശുവിനെ വിളിക്കുക, വിശ്വാസത്തോടെ വിളിക്കുക. മറ്റുള്ളവരെ നോക്കാതെ നിൻ്റെ ഹൃദയത്തിൻ്റെ വിശ്വാസം, നിൻ്റെ ഹൃദയത്തിൻ്റെ ഭാവം ദൈവസന്നിധി വെളിപ്പെടട്ടെ. കാര്യങ്ങൾ ഉയർത്തി വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓ സ്വർഗത്തിൻ്റെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ കർത്താവേ. ആത്മീയ കാര്യങ്ങളിൽ മടുപ്പ്, ദൈവീക കാര്യങ്ങളിൽ മതിപ്പില്ലായ്മ, ഇങ്ങനെയുള്ള ബന്ധനത്തിൽ കിടക്കുന്ന ഹൃദയത്തിൻ്റെ ബന്ധനങ്ങൾ പൊട്ടിച്ചെതറി പോകട്ടെ കർത്താവേ. ദൈവത്തോട് ആവേശം, ദൈവീക കാര്യങ്ങളിൽ ഉത്സാഹം, പ്രാർത്ഥനയിൽ സന്തോഷം, ഹൃദയത്തിൽ ദൈവത്തോട് വലിയ അടുപ്പം ഓ ദൈവമേ ഓരോ മക്കളുടെ മേൽ ഇപ്പോൾ നൽകണമേ. ഈ സമയത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി കരഞ്ഞ് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും ഇപ്പോൾ അത്ഭുതങ്ങൾ പ്രവഹിക്കട്ടെ, ദൈവശക്തി പ്രവഹിക്കട്ടെ. എല്ലാ അന്ധകാര കോട്ടകളും തകരട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. രോഗികളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ. കുടുംബത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ കർത്താവേ. കുടുംബത്തിൽ നിന്ന് കെട്ടുകൾ അഴിഞ്ഞു വീഴട്ടെ കർത്താവേ. തലമുറ തലമുറയായി കുടുംബത്തിൽ വീണ ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തകർന്ന അടിത്തറകൾ പുനരുദ്ധരിക്കപ്പെടട്ടെ. തകർന്ന കുടുംബങ്ങൾ പുനരുദ്ധരിക്കപ്പെടട്ടെ. തകർന്ന കുടുംബങ്ങൾ പുനരുദ്ധരിക്കപ്പെടട്ടെ. പിൻനിരയിലിരിക്കുന്നവർ മുൻപന്തിയിലെത്തിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ദുർബല ഹൃദയങ്ങളെ ഇപ്പോൾ ഉണർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശുശ്രൂഷകളിൽ ഇരിക്കുന്നവർ ഉണർത്തണമേ കർത്താവേ. ആത്മീയ ശുശ്രൂഷകരെ, വചന പ്രഘോഷകരെ, ആത്മീയ മേഖലകളിൽ കർത്താവ് തൊട്ട് ഉണർത്തി വിളിച്ച് നിയോഗിച്ചിട്ടുള്ള സകല സുവിശേഷ വേലക്കാരെയും ഓ യേശുവേ, ഓ യേശുവേ ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറങ്ങുന്നവർ ഉണരട്ടെ, ഉറങ്ങുന്നവർ ഉണരട്ടെ, ശക്തികൾ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, മാറാനാത്ത. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് സിബി. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. വയനാട്ടിൽ മഞ്ഞൂറ എന്ന് പറയുന്ന ഇടവക്കാരനാണ്. ഞാൻ ധ്യാനത്തിന് പോരുന്നതിന് 11 ദിവസം മുമ്പ് എൻ്റെ ഇടത് കാലിൻ്റെ ഉള്ളിലൊരു വേദന, അതായത് ഇവിടം മുതൽ താഴെ പാദത്തിൻ്റെ അവിടം വരെ നടക്കാൻ മേല. ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ പറഞ്ഞ് ഡിസ്കിന് കംപ്ലൈൻ്റ് ആണ്, ഡിസ്ക് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം, എന്നാലേ അത് വേദന മാറുകയുള്ളൂ എന്ന് പറഞ്ഞു. കട്ടിലേക്ക് കിടക്കുക. എനിക്കൊരു 10 അടി മുമ്പോട്ട് നടക്കാൻ കഴിയില്ല, അവിടെ ഞാൻ ഇരിക്കണം, അല്ലെ വീഴും ഞാൻ. ആ അവസ്ഥയിലായിരുന്നു എൻ്റെ സ്ഥിതി. ആയുർവേദ കുറച്ച് മരുന്ന് വാങ്ങി, കുഴമ്പ് എണ്ണയൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് തിരുമ്മി, ഒരു കുറവുമില്ല. ഞാൻ എന്തായാലും മനസ്സിൽ തീരുമാനിച്ചു, ധ്യാന ഹോളിൻ്റെ പുറകിൽ വന്ന് കിടന്നിട്ടാണെങ്കിലും ധ്യാനം കൂടണമെന്ന് ഞാൻ തീരുമാനിച്ചു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ പോരുന്ന അന്ന് ഞായറാഴ്ചയും വേദനയ്ക്ക് ഒരു കുറവുമില്ല. ഒരു ഓട്ടോ വിളിച്ചു, ബസ് സ്റ്റാൻഡിൽ വന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറി 9 മണിക്കൂർ ഞാൻ ബസ്സിലിരുന്ന് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേനും ഞാൻ ആകെ വേദന കൊണ്ട് പൊളയുകയായിരുന്നു. എൻ്റെ അടുത്തിരുന്നവർക്കൊക്കെ അറിയാം, ഞാൻ അങ്ങോട്ടൊക്കെ മുകളിലേക്കൊക്കെ കയറി പോകുന്ന കാല് വലിച്ചുകൊണ്ടായിരുന്നു. ഞാൻ ചൊവ്വാഴ്ച വൈകുന്നേരം ഞാൻ ആ ബോക്സിൻ്റെ ചോട്ടിലാണ് ഇരുന്നത്. തമ്പുരാൻ്റെ മുഖത്ത് നോക്കി ഞാൻ തമ്പുരാനോട് പറഞ്ഞു, തമ്പുരാനെ ഇന്ന് കുർബാനയ്ക്കുടെ സമയത്ത് ഞാൻ ഇരിക്കില്ല, ഞാൻ നിൽക്കും, വീണാ നീ പിടിച്ചോണം, എനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ പറഞ്ഞ സമയം മുതൽ വിശുദ്ധ കുർബാന തീരുന്ന സമയം വരെ നിൽക്കേണ്ട സമയത്ത് ഞാൻ നിന്നു, മുട്ടുകുത്തേണ്ട സമയത്ത് ഞാൻ മുട്ടുകുത്തി. പിന്നെ ആന്തരിക സൗഖ്യ സമയത്ത് അച്ഛൻ പറഞ്ഞ് തുള്ളിച്ചാട്, മുട്ടുകുത്ത്, കൈവക്ക്. ഞാൻ ആ സമയത്തൊന്നും എൻ്റെ കാലിൽ വേദന ഉണ്ടോയെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ സമയത്ത് ഞാനിവിടെ നിൽക്കുന്നുണ്ട്, എൻ്റെ കാലിന് വേദനയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു വേദന ഞാൻ അനുഭവപ്പെടുന്നില്ല. കാല് രണ്ടും എനിക്ക് തൊഴിച്ച് കാണിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്.